ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവിടെ ഇടങ്ങളിലായി ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു ബൈബിൾ ക്ലാസ് എടുക്കുവാനായിട്ട് കോട്ടയം സഭ എനിക്ക് അവസരം നൽകിയതിന് സഭയോടും പ്രത്യേകിച്ച് സഭയുടെ എൽഡേഴ്സിനോടുമുള്ള നന്ദിയെ അറിയിക്കുന്നു. ആരംഭത്തിൽ നമ്മൾ ഓർത്തതുപോലെ കഴിഞ്ഞ ആഴ്ച കൊണ്ട് ഈ ക്ലാസ് തീരേണ്ടതായിരുന്നു. എന്നാൽ പ്രിയ കെസിയുടെ വേർപാടിനോടനുബന്ധിച്ച് കഴിഞ്ഞ ആഴ്ച നമുക്ക് മീറ്റിംഗ് നടത്തുവാനായിട്ട് സാധിച്ചില്ലല്ലോ. പ്രിയ കുടുംബത്തെ കർത്താവ് ഈ ദിവസങ്ങളിൽ ആശ്വസിപ്പിക്കുന്നു. അതോർത്തും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ വിഷയം 1 തിമോത്തിയോസിൽ നിന്നുള്ള ചില ചിന്തകളാണ് നമ്മൾ കഴിഞ്ഞ 4 ആഴ്ചകളും നടത്തിയത്. ദൈവത്തിനു വേണ്ടി വിശ്വാസ ജീവിതത്തിൽ പോരാട്ടം കഴിച്ച് മുന്നോട്ട് പോകേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് തിമോത്തിയോസിനെ പൗലോസ് അപ്പോസ്തലൻ ഉദ്ബോധിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ലേഖനത്തിൽ നിന്ന് പഠിക്കുന്നത്. ഇടയ ലേഖനങ്ങൾ ഏത് ബൈബിൾ പഠിതാവിനും പഠന വിഷയം ആക്കേണ്ടതും ഏത് പഠിതാവിനെയും തൻ്റെ ജീവിതത്തിൽ വളരെ സ്വാധീനിക്കുകയും ചെയ്യുന്ന ലേഖനങ്ങളാണല്ലോ. ഇടയലേഖനങ്ങളിലെ എല്ലാ വിഷയങ്ങളുമല്ല നമ്മൾ ചിന്തിച്ചത്. 1 തിമോത്തിയോസിൽ നിന്നുള്ള ചില പ്രത്യേക കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിച്ചുള്ളൂ. ഇന്നത്തെ ഈ ലാസ്റ്റ് ക്ലാസ്സിലും പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനം 6-ാം അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. 1 തിമോത്തിയോസ് 6-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1 തിമോത്തിയോസ് 6-ന്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവരെ അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട് അനേക സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. നീ നിഷ്കളങ്കനും നിരപവാദിനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണമെന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പീലാത്തോസിന് മുമ്പിൽ നല്ല സ്വീകാരം കഴിച്ച ക്രിസ്തുയേശുവിനെ സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. ധന്യനായ ഏകാധിപതിയും രാജാവും കർത്താവും താൻ മാത്രം അമർച്ചയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യകാര്യം കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. ആമേൻ. വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ് നമ്മൾ ഇന്ന് പഠന വിഷയമാക്കുന്നത്. ഒരു പക്ഷേ ഈ വേദഭാഗത്തിൽ നിന്ന് ധാരാളം പ്രാവശ്യം ദൈവവചന ശുശ്രൂഷ കേൾക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ടവരാണ് ഇത് ശ്രവിക്കുന്നത് എന്ന് എനിക്കറിയാം. ദൈവത്തിൻ്റെ മനുഷ്യൻ, ആ മനുഷ്യൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനുഷ്യൻ, ദൈവത്തിൻ്റെ ശുശ്രൂഷകൻ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ചില സ്വഭാവ സവിശേഷതകളാണ് ഈ വേദഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നാം എല്ലാവരും അറിയപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ മനുഷ്യർ എന്നുള്ള നിലയിലാണ്. പുതിയ നിയമത്തിൽ തിമോത്തിയോസിൻ്റെ 1-ഉം 2-ഉം ലേഖനങ്ങളിൽ മാത്രമേ ഈ പദപ്രയോഗം നാം വായിക്കുന്നുള്ളൂ. ഇവിടെ നമ്മൾ വായിച്ച 11-ാമത്തെ വാക്യത്തിലും അതോടൊപ്പം തന്നെ 2 തിമോത്തിയോസ് 3-ന്റെ 16-ലും മലയാളം പരിഭാഷയിൽ 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ഈ 2 വേദഭാഗങ്ങളിലാണ് നമ്മൾ ദൈവത്തിൻ്റെ മനുഷ്യൻ എന്നുള്ള പദപ്രയോഗം കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ പഴയ നിയമത്തിൽ പല വേദഭാഗങ്ങളിലും ദൈവമനുഷ്യൻ എന്നുള്ള ആ പദപ്രയോഗം ഭക്തന്മാരായ വ്യക്തികളോടനുബന്ധിച്ച് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് പരിചിതമാണല്ലോ. ആവർത്തന പുസ്തകം 33-ന്റെ 1-ൽ മോശയെ ദൈവപുരുഷൻ എന്ന് സംബോധന ചെയ്തിട്ടുണ്ട്. 1 ശമൂവേൽ 9-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ശമൂവേലിനെ ദൈവ പുരുഷൻ അല്ലെങ്കിൽ ദൈവമനുഷ്യൻ എന്ന് സംബോധന ചെയ്തിരിക്കുന്നു. ഏലിയ പ്രവാചകനെ കുറിച്ചും ഇത്തരത്തിലുള്ള ഒരു പരാമർശം 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ന്റെ 18-ൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. നെഹമ്യാവിൻ്റെ പുസ്തകം 12-ാം അധ്യായം 24-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ദാവീദ് രാജാവിനെ കുറിച്ചും ദൈവ പുരുഷൻ, ദൈവമനുഷ്യൻ എന്നുള്ള പദം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്.
അപ്പോൾ പല പഴയ നിയമ ഭക്തന്മാരെ കുറിച്ചും ദൈവ മനുഷ്യർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുരുഷൻ എന്നുള്ള പദപ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ആ ദൈവത്തിൻ്റെ മക്കളായി തീർന്നിരിക്കുന്ന നമ്മളെക്കുറിച്ചും ഇത്തരത്തിൽ ഒരു സംബോധന ഉണ്ടാകുവാനായിട്ടാണ് നമ്മുടെ ഏവരുടെയും ആഗ്രഹം. അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് ഏതെല്ലാം രീതിയിലുള്ള സ്വഭാവ ഗുണങ്ങളാണ് ആ വ്യക്തികളിൽ ഉണ്ടായിരിക്കേണ്ടത് എന്നാണ് ഈ വേദഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ മുകളിൽ 6-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ദുരുപദേഷ്ടാക്കന്മാർക്കെതിരെയുള്ള മുന്നറിയിപ്പാണ് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് നൽകുന്നത്. ദുരുപദേഷ്ടാക്കന്മാർ ഈ ലോകത്തിന്റെ മനുഷ്യരാണ്. അവര് ഈ ലോകത്തെ സ്നേഹിച്ചു പോയി. അത് ഈ 1 തിമോത്തിയോസിലും 2 തിമോത്തിയോസിലും പൗലോസ് അപ്പോസ്തലൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. അവർ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവസഭയോടും ദൈവമക്കളോടുമുള്ള കൂട്ടായ്മയും നിലനിൽക്കുകയും ചെയ്യാതെ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ വിശ്വാസ ജീവിതത്തെ മാറ്റിക്കളയുകയും ലോകത്തെ സ്നേഹിച്ച് വിശ്വാസ കപ്പലിന് തകർച്ച സംഭവിച്ച പോയ വ്യക്തികളാണ്. എന്നാൽ തിമോത്തിയോസിനെ കുറിച്ച് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, തിമോത്തിയോസ് അവരിൽ നിന്ന് വിഭിന്നനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ദൈവത്തിൻ്റെ മനുഷ്യനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന് അനുരൂപമാകാതെ ക്രിസ്തുയേശുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളെ ദൈവം സംബോധന ചെയ്യുന്ന സംബോധനയാണ് ദൈവത്തിൻ്റെ മനുഷ്യർ എന്നുള്ളത്. അപ്പോൾ നാം ഉൾക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ നമ്മെ പ്രത്യേകമായിട്ട് ദൈവം വിളിച്ച് വേർതിരിച്ച് ദൈവത്തിൻ്റെ മനുഷ്യരാക്കി നിർത്തിയിരിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ സങ്കീർണതകളും ആളുകളുടെ ഇടയിലുള്ള വിഭിന്നമായ ആശയവും സ്വരങ്ങളുമൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും ഈ ലോകത്തിലായിരിക്കുമ്പോൾ വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത പലതും നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കി ദൈവം നാം നിർത്തിയിരിക്കുകയാണ്. മറ്റുള്ളവർ ലോകത്തിൻ്റെ മക്കൾ എന്നുള്ള ആ പദവിയോടുകൂടെ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മെ ദൈവത്തിൻ്റെ മനുഷ്യരാക്കിയാണ് ദൈവം തൻ്റെ കണ്ണിൽ കൂടെ കാണുന്നത് എന്നുള്ള ആ ഒരു സത്യം നമ്മുടെ ഹൃദയത്തെ ഭരിക്കേണ്ടത് ഒരു അനിവാര്യതയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മനുഷ്യർ എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൻ്റെ സവിശേഷതകളായിട്ട് കാത്തു സൂക്ഷിക്കേണ്ടത്, എന്തൊക്കെ ഗുണവിശേഷങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് എന്ന് നമുക്ക് വേഗത്തിൽ ഈ വേദഭാഗത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കാം. ഒന്നാമത് തന്നെ അതിൻ്റെ പ്രാരംഭ വാക്യത്തിൽ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടതുപോലെ, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി. അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുവാനായിട്ട് കഴിയും, ദൈവ മനുഷ്യൻ പാപത്തെ വിട്ടോടുന്ന ഒരു വ്യക്തിയാണ്. മുകളിൽ പ്രസ്താവിച്ചിരിക്കുന്ന അനേക കാര്യങ്ങൾ നാം വായിക്കുമ്പോൾ ഈ ലോകത്തിന് അനുരൂപമായി പാപത്തെ സ്വീകരിച്ചുകൊണ്ട് ദുരുപദേശത്തിന്റെ വക്താക്കളായിട്ട് ജീവിച്ച അനേകം ആളുകളെ കുറിച്ചും അവരുടെ വിശ്വാസ ത്യാഗത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ധനികന്മാരായിട്ട് തങ്ങളുടെ ഉപദേശ സത്യങ്ങളെ ഒന്നും സൂക്ഷിക്കാതെ ജീവിക്കുന്ന ആളുകൾ. 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നതായ ആളുകൾ. അസൂയ, ഷണ്ട, ദൂഷണം, ദുസംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ മാത്രം ഉളവാക്കുന്ന തർക്കത്തിനും വാഗ്വാദത്തിനുമായി തങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്ന വ്യക്തികൾ. 6-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്ന ആളുകൾ. ഇങ്ങനെ ഈ ലോകത്തിന് അനുരൂപമായിട്ട് ദൈവമക്കൾ കാത്തു സൂക്ഷിക്കേണ്ട ആ ഉപദേശ സത്യങ്ങളെ ഒന്നും സൂക്ഷിക്കാതെ തങ്ങളെ തന്നെ ലോകത്തിന് ഭരമേൽപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ജഡത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്ന ആളുകളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് തിമോത്തിയോസിനെ പൗലോസ് അപ്പോസ്തലൻ സംബോധന ചെയ്യുകയാണ്, നീയോ തിമോത്തിയോസേ ദൈവത്തിന് മനുഷ്യനായുള്ളവേ ഇതിനെ നീ വിട്ടോടണം. അപ്പോൾ ദൈവത്തിന് മനുഷ്യൻ എന്ന് നമ്മളെ തന്നെ സംബോധന ചെയ്യണമെങ്കിൽ നമ്മൾ പാപത്തെ ഉപേക്ഷിച്ച് പാപത്തെ വിട്ടുപോകുന്ന ഓടുന്ന ആളുകളായിരിക്കണം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കണം.
പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം തിരുവചനത്തിൽ പല വേദഭാഗങ്ങളിലും നമ്മൾ എതിർത്ത് നിൽക്കണം എന്നുള്ള ആശയം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കണം, ശക്തമായിട്ട് നിൽക്കണം എന്നുള്ള ആശയത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ച് ശത്രുവിനോട് ഒരു വിശ്വാസി എതിർത്ത് നിൽക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യാക്കോബിന്റെ ലേഖനത്തിൽ പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും എന്നുള്ള ആശയം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവ മക്കൾ എപ്പോഴും പലതിനോടും എതിർത്ത് നിൽക്കേണ്ടവരാണ്, അല്ലെങ്കിൽ തങ്ങളുടേതായ ആ നിശ്ചയത്തിന്മേൽ ബലത്തോടെ നിൽക്കേണ്ടവരാണ് എന്നുള്ള ആശയം കാണുവാനായിട്ട് കഴിയും. അപ്പോൾ തന്നെ ചില സന്ദർഭങ്ങളിൽ ഓടേണ്ടവരുമാണ് എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്തിനോടാണ് നമ്മൾ ഓടേണ്ടത്? പരാജയപ്പെട്ട് ഓടേണ്ടവരല്ല നമ്മൾ ഓരോരുത്തരും. ഇബ്രാഹിം പറയുന്ന പോലെ പിന്മാറി പോകുന്ന ആ പിന്മാറ്റക്കാരന്റെ അവസ്ഥയെ ദൈവം ഒട്ടും അംഗീകരിക്കുന്നില്ല, ദൈവം അതിലൊട്ടും തൃപ്തനല്ല. എന്നാൽ പാപത്തിൽ നിന്ന് ഓടേണ്ടവരാണ് നാം എന്നുള്ള ആശയമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യോസേഫ് പഴയ നിയമത്തിൽ ഇതിന്റെ വ്യക്തമായ ഒരു ഉദാഹരണമാണല്ലോ. വിശദീകരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഈ 6-ാം അധ്യായത്തിൽ മാത്രം നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് വിട്ടോടണം, അതുപോലെ തന്നെ അധാർമികമായ ജീവിത രീതികളിൽ നിന്ന് വിട്ടോടുവാനായിട്ട് സാധിക്കണം എന്നുള്ള ആശയം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദുരുപദേഷ്ടാക്കന്മാരിൽ നിന്ന്, ദുരുപദേശത്തിന്റെ ആ കെണിയിൽ പെട്ടുപോകാതെ അതിൽ നിന്ന് ഓടണം എന്നുള്ള ആശയം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ അധാർമികമായ ജീവിത രീതികളിൽ നിന്ന് ഓടിപ്പോകണം എന്നുള്ളൊരു ആശയം കാണുവാനായിട്ട് കഴിയും. 1 കൊരിന്ത്യർ 10:14 വിഗ്രഹാരാധനയിൽ നിന്ന്, വിഗ്രഹാരാധനയെ വിട്ടോടേണ്ടതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ അവിടെ തിമോത്തിയോസിനോട് പൗലോസ് അപ്പോസ്തലൻ വീണ്ടും വിട്ടോടേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ യൗവന വിവാഹങ്ങളെ വിട്ടോടണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. തിമോത്തിയോസ് ഒരു യൗവനക്കാരനായിരുന്നു, അതോടൊപ്പം തന്നെ ഒരു ശുശ്രൂഷകനാണ്. അപ്പോൾ ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ യൗവനമോഹങ്ങളെ വിട്ടോടി നീതി, ഭക്തി, അങ്ങനെയുള്ള ദൈവത്തിന്റെ ആ ദൈവം ദൈവത്തിന്റെ മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ആ ഗുണവിശേഷങ്ങളെ പിന്തുടരേണ്ടവനാണ് എന്നുള്ള ആശയം നമുക്ക് കാണുവാനായിട്ട് കഴിയും. മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ വിട്ടോടുക എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം ഫിഗയോ എന്നുള്ള ഒരു പദമാണ്. അതിൽ നിന്നാണ് ഫ്യൂജിറ്റീവ് എന്നുള്ള ആ ഇംഗ്ലീഷ് വേർഡ് കടന്നു വരുന്നത്. അതിന്റെ അർത്ഥം നമുക്ക് അറിവുള്ളതാണല്ലോ, പലായനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ദൈവ മനുഷ്യന്റെ ഉത്തരവാദിത്വം ഒരു ഫുജിറ്റീവിനെ പോലെ പലായനം ചെയ്യുക, ഓടി മറയുക. പലായനം ചെയ്യുന്ന ആളുകളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ചില അപകടത്തിൽ നിന്ന് അവർ ഓടി മാറുകയാണ്, പലായനം ചെയ്തു പോകുകയാണ്. അപ്പോൾ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ പദത്തിന്റെ അർത്ഥവും തന്നെ ഇത് തന്നെയാണ്. ദൈവ മക്കൾ, ദൈവത്തിന്റെ മനുഷ്യനായ ഒരു വ്യക്തി, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഫ്യൂജിറ്റീവാണ്, അവൻ പലായനം ചെയ്യുന്ന വ്യക്തിയാണ്. ഇതിലേക്ക് തന്നെ ഉൾപ്പെടാതെ വളരെ ശ്രദ്ധയോടുകൂടെ സൂക്ഷിച്ചുകൊണ്ട് അതിൽ നിന്ന് ഓടി മാറുന്ന ഒരു അനുഭവം ഉണ്ടാകണം എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നാം ദൈവത്തിന്റെ മനുഷ്യർ എന്നുള്ള, അല്ലെങ്കിൽ ദൈവത്തിന്റെ പുരുഷൻ, ദൈവത്തിന്റെ സ്ത്രീ എന്നുള്ള ആ ഒരു പദപ്രയോഗം നമ്മുടെ ജീവിതത്തിൽ അർത്ഥവത്താക്കണമെങ്കിൽ നമ്മൾ വിട്ടോടേണ്ടതിനെ വിട്ടോടുവാനായിട്ട് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദുരുപദേശത്തിന്റെ ആ ആശയവുമായിട്ട് വരുന്ന അവസ്ഥ ആളുകൾ കൊണ്ടുവരുമ്പോൾ അതിൽ നിന്ന് മാറിപ്പോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ ദ്രവ്യാഗ്രഹത്തിന്റെ കെണി, ഇത്തരത്തിലുള്ള പലവിധത്തിൽ വിശ്വാസ ജീവിതത്തെ തകിടം മറിച്ച് കളയുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും ഒരു ദൈവ പൈതൽ തന്നെ സൂക്ഷിക്കുകയും ഒഴിവായി നിൽക്കുകയും ചെയ്യേണ്ടത് ഒരാവശ്യമാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെ ഇരിക്കുന്നു എന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധന കഴിച്ചു നോക്കാം. ഈ കാലഘട്ടത്തിൽ ദൈവജനത്തിന്റെ ഇടയിൽ സംഭവിക്കുന്ന ഒരു അപജയം എന്നുള്ളത് വിശ്വാസത്തിലാണ് ആളുകൾ നിൽക്കുന്നത്. അത് തർക്കമില്ലാത്ത ഒരു വസ്തുതയാണ്. അപ്പോൾ തന്നെ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആത്മീയ ജീവിതത്തെ ആക്കി തീർക്കുവാനായിട്ടുള്ള ഒരാഗ്രഹം ആളുകളുടെ മധ്യത്തിലുണ്ട്.
പുറപ്പാട് പുസ്തകം 32 അധ്യായം നമുക്ക് പരിചയമുള്ള ഒരു വേദഭാഗമാണ്. പുറപ്പാട് പുസ്തകം 32 അധ്യായത്തില് മോശയെക്കുറിച്ച് ദൈവപുരുഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. മോശെ ആ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ അഹരോനോട് അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക, ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ദൈവത്തെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരിക. മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് അവര് അഹരോനോട് പറയുകയാണ്. അഹരോൻ അവരുടെ വാക്ക് കേട്ട് ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി, അവരുടെ ആഭരണങ്ങളൊക്കെ എടുത്ത് ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അവരുടെ മുമ്പാകെ നിർത്തുന്നത് നമ്മൾ ആ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ ആ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, ഇവരൊരിക്കലും യഹോവയിൽ നിന്ന് അകലുവാനായിട്ടല്ല അവർ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ദൈവമായ കർത്താവ് ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നു എന്നുള്ള ആ ചിന്തയിൽ അവർക്കൊരു സംശയവുമില്ല. എന്നാൽ അവരെന്താണ് ചെയ്യുന്നത്? നമ്മൾ അതിനെ സിങ്കട്രിസം എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഒരു സമവായം എന്നുള്ള ഒരാശയം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ ചെയ്യുന്നത് ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് വ്യതിചലിച്ച് തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ദൈവീക പദ്ധതികളെ ആക്കി തീർക്കുകയാണ് അവർ ചെയ്യുന്നത്. അതിനെയാണ് സിങ്കട്രിസം അല്ലെങ്കിൽ സമവായം, സമന്വയം എന്നുള്ള ആശയം ആയിട്ട് നമുക്ക് എടുക്കുവാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ വേറൊരർത്ഥത്തിൽ ചിന്തിച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് യൂസർ ഫ്രണ്ട്ലി, അല്ലെ? ഉപയോഗിക്കുവാനായിട്ട് എളുപ്പമുള്ളത്. ഒരു ഫോൺ മേടിക്കുവാനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് ഉപകരണം മേടിക്കുവാനായിട്ടോ പോയാൽ ആളുകൾ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കുവാനായിട്ടാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവികമായിട്ടുള്ള ആ കാഴ്ചപ്പാടുകളെയും ഇന്ന് ആളുകൾ അല്പം ഉപയോഗത്തിന് എളുപ്പമുള്ള തലത്തിലേക്ക് മാറ്റുവാനായിട്ട് ശ്രമിക്കുകയാണ്. യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആത്മീയ ജീവിതം, എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ, എനിക്ക് ഉപയോഗിക്കുവാനായിട്ട് എളുപ്പമുള്ള ഒരു രീതിയിലേക്ക് എൻ്റെ ആത്മീയ ജീവിതത്തെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുവരിക എന്നുള്ളൊരു ചിന്താഗതിയാണ് മനുഷ്യന്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത്. നിർഭാഗ്യവശാല് ദൈവമക്കളുടെ ഇടയിലേക്കും ആ ചിന്താഗതി കടന്നു വന്നിരിക്കുന്നു. ദൈവവചനത്തിനും ഉപദേശ സത്യങ്ങൾക്കുമൊന്നും പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എളുപ്പമുള്ളത് ഏതാണോ അതിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു ചിന്താഗതി. അവിടെ അഹരോന് ഈ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കിയതിനു ശേഷം അഹരോൻ പറയുകയാണ്, ഇതാ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം. അതിനുശേഷം തൊട്ടടുത്ത വാക്യത്തിൽ 32 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന അഹരോൻ പറയുകയാണ്, നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവം. അപ്പോൾ ഇതാരാണ്? യഹോവയ്ക്ക് ഉത്സവം കഴിക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കുകയാണ്. നിങ്ങളുടെ കാഴ്ചയിൽ ഇതാ നിങ്ങൾക്ക് ഒരു ദൈവത്തെ ഞാൻ വാർത്തുണ്ടാക്കി നൽകിയിരിക്കുന്നു. പിന്നീട് നമ്മൾ വായിക്കുന്നത് ആ ജനം ഉത്സവം കഴിച്ചു. മോശെ പർവ്വതത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ യോശുവ പറയാണ്, കൂടാരത്തില് യുദ്ധ ആരവം കേൾക്കുന്നു. മോശെ പറയുന്നുണ്ട്, അത് ജയത്തിന്റെ ഘോഷമല്ല, ജയിച്ച ജനത്തിന്റെ ഘോഷമല്ല, തോറ്റോടുന്നവരുടെ ഘോഷവുമല്ല എന്നൊക്കെ മോശ അതിനെ വീക്ഷിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം നോക്കുക, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് യഹോവയാണ് ഞങ്ങളുടെ ദൈവം, അതിൽ അവർക്ക് സംശയമില്ല. അപ്പോൾ തന്നെ തങ്ങൾക്ക് ഉപയോഗത്തിന് എളുപ്പമുള്ള ഒരു തലത്തിലേക്ക് യഹോവയോടുള്ള ഭക്തിയും ആരാധനയും ദൈവത്തോടുള്ള കാഴ്ചപ്പാടുകളും ഒക്കെ ആക്കി തീർക്കുന്നു. ദൈവസഭയോടുള്ള ബന്ധത്തില് നമുക്ക് കൃത്യമായ ഉപദേശ സത്യങ്ങളെ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വെളിപ്പെട്ട് നൽകിയിട്ടുണ്ട്. ഈ ഇടയലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിന്റെ കൃത്യത നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ പലർക്കും ഇതിനെ അംഗീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയുന്നില്ല. എൻ്റെ ആത്മീയ ജീവിതം എൻ്റെ ഉപയോഗത്തിനുള്ളതാണ്, അത് എനിക്കിഷ്ടമുള്ള തലത്തിൽ ഞാൻ ആക്കി തീർക്കുമെന്ന് പറയുമ്പോൾ അവിടെ പ്രമാണത്തിൽ നിന്നുള്ള വ്യതിചലനമാണ് സംഭവിക്കുന്നത്. അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല, ദൈവത്തിന് സ്വീകാര്യമുള്ള കാര്യമല്ല. ഇസ്രായേൽ മക്കൾ അനുഭവിച്ച ആ ഭയാനകമായ ശിക്ഷയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അവർ അങ്ങനെ സംഭവിച്ചത്? ദൈവം അവരെ തൻ്റെ വ്യവസ്ഥയിലേക്ക്, തൻ്റെ പ്രമാണങ്ങളിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരിക്കലും ഈ സിങ്കട്രിസം, സമവായം, ആത്മീയമായിട്ടുള്ള ഈ സമന്വയം എന്നുള്ള ആശയത്തിലേക്ക് വീണു പോകാതെ കർത്താവിൻ്റെ വചനത്തോട് നീതി പുലർത്തിക്കൊണ്ട്, കർത്താവെ എനിക്കൊരിക്കലും എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ ആത്മീയ ജീവിതത്തെ മാറ്റിക്കളയുകയല്ല, നേരെ മറിച്ച് കർത്താവെ അവിടുന്ന് എന്താണോ ഉദ്ദേശിക്കുന്നത്, അവിടുത്തെ വചനത്തിൽ കൂടെ എന്താണോ വെളിപ്പെട്ട് നൽകിയിരിക്കുന്നത്,
അതിനോട് നീതി പുലർത്തുവാനായിട്ട് എനിക്ക് കഴിയണമേ എന്നുള്ളതായിരിക്കണം നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയും. എങ്കിൽ മാത്രമേ ആത്മീയ ജീവിതം ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ ആക്കി തീർക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ഒന്നാമത് ദൈവപുരുഷന്റെ ദൈവമനുഷ്യന്റെ സ്വഭാവ വിശേഷണമായിട്ട് നമ്മളിവിടെ നിന്ന് വായിക്കുന്നത് പാപത്തെ വിട്ടോടുന്നവനാണ് ദൈവമനുഷ്യൻ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. രണ്ടാമത്, അധികം വിശദീകരിക്കാതെ തന്നെ ഈ വേദഭാഗങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ലളിതമായിട്ട് വരുന്ന ആശയങ്ങളാണ് ഞാനിവിടെ പ്രസ്താവിക്കുന്നത്. രണ്ടാമത് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, വിട്ടോടുക മാത്രമല്ല, 11-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് വായിക്കുന്നത് എന്നിവയെ പിന്തുടരുക. അപ്പോൾ വിട്ടോടുന്നത് പോലെ തന്നെ അനിവാര്യമായ ഒരു കാര്യമാണ് ചിലതിനെ പിന്തുടരുക എന്നുള്ളത്. അപ്പോൾ ദൈവത്തിന്റെ മനുഷ്യൻ പാപത്തെ വിട്ടോടുമ്പോൾ ആ മനുഷ്യൻ എന്തിനെയാണ് പിന്തുടരുന്നത്? ഭക്തിയുള്ള ഒരു ജീവിതത്തെ പിന്തുടരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ നോക്കിക്കേ, എന്തൊക്കെ പിന്തുടരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. അപ്പൊ നമ്മൾ ദൈവ മനുഷ്യർ എന്നുള്ള ആ സംബോധനയോടുകൂടെ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ നമ്മൾ ഇതിനെയൊക്കെ പിന്തുടരണമെന്നാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 6 കൂട്ടം കാര്യങ്ങളെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് നോക്കിക്കേ. നീതി, ഇവിടെ നീതി എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് രക്ഷയോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിന്റെ ആ റൈച്ചസ്നസ്, നീതി ദൈവം നമ്മളിലേക്ക് ഇമ്പ്യൂട്ട് ചെയ്തു, ആ ആശയമല്ല. നേരെ മറിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം പിന്തുടരേണ്ട നീതിയുള്ള ഒരു ജീവിതത്തെ കുറിച്ചാണ് നമുക്കിവിടെ നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിലായിരിക്കാം, ഉപേക്ഷിക്കപ്പെട്ടവരെ കരുതുന്ന ഭാഗത്തുള്ള നീതിയായിരിക്കണം, നഷ്ടപ്പെട്ടവരെ കുറിച്ച് ഉള്ള ഒരു ഉൾക്കാഴ്ച, പാപത്തിന്റെ അടിമത്തത്തിൽ നഷ്ടപ്പെട്ട് കിടക്കുന്ന മനുഷ്യരെ വീണ്ടെടുക്കുവാനായിട്ട് ഉള്ള ഒരു ഉൾക്കാഴ്ച, അത് ഒരു നീതിയായിട്ട് നമുക്ക് എടുക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ദൈവത്തെ ആരാധിക്കുക, അത് ഒരു ദൈവ മനുഷ്യന്റെ ഹൃദയത്തിലെ നീതിബോധമാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നാം ചെയ്യേണ്ടതായിരിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ടതായിരിക്കുന്ന നീതി പ്രവർത്തികളെ കുറിച്ചാണ് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം നീതി എന്നുള്ളത് റൈച്ചസ്നസ് അല്ലെങ്കിൽ ഇമ്പ്യൂട്ടർ റൈച്ചസ്നസ് എന്നുള്ള ആശയത്തിലല്ല, നേരെ മറിച്ച് ഓരോ ദൈവ പൈതലും അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പിന്തുടരേണ്ട നീതിപൂർവമായ ജീവിതത്തെ കുറിച്ചാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പം നമ്മൾ നീതിയെ പിന്തുടരുന്നവരായിരിക്കണം. ഓരോ ദൈവ പൈതലിനും കർത്താവിനെ ആരാധിക്കുന്നതോടുള്ള ബന്ധത്തിൽ, ദൈവ സഭയോടുള്ള ബന്ധത്തിൽ, സമൂഹത്തോടുള്ള ബന്ധത്തിൽ, നഷ്ടപ്പെടുന്ന ആത്മാക്കളോടുള്ള ബന്ധത്തിലൊക്കെ ഒരു വലിയ നീതി പ്രവൃത്തി ചെയ്യുവാനായിട്ടുണ്ട്. അത് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ മനുഷ്യൻ എന്നുള്ള സംബോധനയ്ക്ക് നമ്മൾ അർഹരായിട്ട് തീരുന്നത്. അതോടൊപ്പം തന്നെ രണ്ടാമത് ഇവിടെ വിശദീകരിക്കുന്നില്ല, ഭക്തി, ഗോഡ്ലിനെസ് ഈസ് ഗോഡ് ലൈക്നെസ് എന്നാണല്ലോ. അപ്പം ഭക്തിയുള്ള ഒരു ജീവിതം, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഭക്തിയുള്ള ഒരു ജീവിതത്തെ പിന്തുടരണം. നമ്മൾ എത്രയോ തവണ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളവരാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവഭക്തിയെ മുറുകെ പിടിക്കുന്നുണ്ടോ? ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞ ദൈവഭക്തി ആദായ സൂത്രം എന്നൊക്കെ ചിന്തിക്കുന്നവരുടെ മധ്യത്തിൽ യഥാർത്ഥമായ ദൈവഭക്തിയെ പിന്തുടരണം എന്നുണ്ട് നമുക്ക് ഇവിടുന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. മൂന്നാമതായിട്ട് ഫെയ്ത്ത്, വിശ്വാസം അല്ലെങ്കിൽ വേറെ ഒരു ട്രാൻസ്ലേഷനിൽ ഫെയ്ത്ത്ഫുൾനെസ് എന്നുള്ള ആശയമാണ് രേഖപ്പെടുത്തുന്നത്. അപ്പം വിശ്വാസം അഗെയിൻ നമ്മൾ ആദ്യം നീതിയെക്കുറിച്ച് ചിന്തിച്ചതുപോലെ തന്നെ രക്ഷയിലേക്ക് നടത്തുന്ന ഒരു വിശ്വാസം എന്നുള്ള അർത്ഥത്തിലല്ല, അല്ലെങ്കിൽ രക്ഷയ്ക്ക് ഉപയുക്തമായി തീരുന്ന സേവിങ് ഫെയ്ത്ത് എന്നുള്ള ആശയത്തിലല്ല. നേരെ മറിച്ച് ഓരോ വിശ്വാസിയും വിശ്വസ്തയോടുകൂടെ തങ്ങളുടെ ആത്മിക ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്നുള്ള ഒരു ആശയമായിട്ടാണ് ഇത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നാലാമതായിട്ട് സ്നേഹത്തെ പിന്തുടരണം. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അഗാപ്പെ എന്നുള്ള ആ ഗ്രീക്ക് പദമാണ്. ഗോഡ് ലൈക്ക് ലവ്, ദൈവ സ്നേഹം,
അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ഉത്കൃഷ്ടമായ ഒരു സ്നേഹം ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അഞ്ചാമതായിട്ട് ക്ഷമയെ പിന്തുടരണം എന്നുള്ള ഒരു ആശയം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആറാമതായിട്ട് സൗമ്യത എന്നുള്ള ഒരു ആശയവും നമുക്ക് സൗമ്യതയെ എന്നിവയെ സൗമ്യതയും പിന്തുടരണം എന്നുള്ള ഒരു ആശയം ഇവിടെ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സൗമ്യത അല്ലെങ്കിൽ മീക്ക്നെസ് എന്ന ആ പദത്തിന്റെ അർത്ഥം തന്നെ പവർ അണ്ടർ കൺട്രോൾ. ഓരോ മനുഷ്യനും ദൈവം കൊടുത്തിരിക്കുന്ന ആ ശക്തിയെ തൻ്റെ നിയന്ത്രണത്തിൽ സൂക്ഷിച്ച് തൻ്റെ ആത്മീയ ജീവിതത്തിന് ദോഷകരമല്ലാത്ത ഒരു രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ള ഒരു ആശയമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒരു കുതിരയെ ട്രെയിൻ ചെയ്തെടുക്കുക. ആ കുതിരയ്ക്ക് ഒരു ശക്തിയുണ്ട്. ആ കുതിരയുടെ ആ ശക്തിയെ മനുഷ്യന് പ്രയോജനപ്രദമായ ഒരു രീതിയിലേക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ് അതിൻ്റെ ആശയം. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ സ്വഭാവ സവിശേഷതകളാണ്. ആ സ്വഭാവത്തെ എല്ലാം പരിപൂർണമായിട്ട് ത്യജിക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. അത് ഒരിക്കലും ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു ആശയവുമല്ല. നമുക്ക് വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകൾ ദൈവം നൽകിയിട്ടുണ്ട്. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഗുണകരമായ രീതിയിൽ നിയന്ത്രിച്ച് കൊണ്ടുപോകുമ്പോഴാണ് സൗമ്യതയെ പിന്തുടരുന്ന വ്യക്തികളായിട്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നോക്കുക, ഒന്ന്, ദൈവത്തിന്റെ പുരുഷൻ പലതിനെയും വിട്ടോടുന്നു. അതുപോലെ തന്നെ ഈ ദൈവപുരുഷൻ ഇവിടെ പിന്തുടരേണ്ടതിൻ്റെയും ആവശ്യകത, നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയൊക്കെ പിന്തുടരുവാനായിട്ട് സാധിക്കണം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതിനെയൊക്കെ പിന്തുടരുവാനായിട്ടുള്ള ഒരു മനോഭാവം നമുക്കുണ്ടോ? ആത്മീയമായ കണ്ണുകളെ വളരെ പ്രകാശപൂരിതമായ ഒരു അവസ്ഥയിൽ സൂക്ഷിക്കുവാനും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതിനെയൊക്കെ പിന്തുടരുവാനായിട്ടുള്ള ഒരു താല്പര്യം എനിക്കുണ്ട് എന്നുള്ള ഒരു ചിന്തയുണ്ട്. ഇവിടെ ഒരു കണ്ടിന്യൂസ് തുടർമാനമായ ക്രിയയായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഞാൻ പിന്തുടർന്നിരുന്നു എന്നുള്ളതിലല്ല, എൻ്റെ ജീവിതത്തിൽ ഇതൊരു ദിനചര്യയായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. ഞാൻ ക്ഷമിച്ച ഒരു മനുഷ്യനാണ്, ഇപ്പോൾ അതിന് സാധിക്കുന്നില്ല എന്ന് പറയുവാനായിട്ട് കഴിയില്ല. എനിക്ക് സൗമ്യത ഉണ്ടായിരുന്നു, ഇപ്പോൾ പണ്ടത്തെ പോലെ ഇല്ല എന്ന് പറയുവാനായിട്ട് കഴിയില്ല. എനിക്ക് വിശ്വാസവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല എന്നല്ല തന്നെയല്ല. നേരെ മറിച്ച് ഞാൻ അതിനെ തുടർമാനമായിട്ട് പിന്തുടരുന്നു എന്ന ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ ദൈവത്തിന്റെ മനുഷ്യൻ എന്നുള്ള സംബോധനയ്ക്ക് നമ്മൾ യോഗ്യരായിത്തീരും. നമ്മൾ ആദ്യം പ്രസ്താവിച്ച പഴയ നിയമത്തിലെ പല ഭക്തന്മാരെ കുറിച്ച് നമ്മൾ വായിച്ചല്ലോ. അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ കാര്യങ്ങൾ പിന്തുടർന്നിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. മോശയെ കുറിച്ച് തന്നെ നമ്മൾ വായിക്കുന്നത് ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും വെച്ച് അതിസൗമ്യനായ മനുഷ്യനായിരുന്നു മോശെ എന്നാണ് നമ്മൾ വായിക്കുന്നത്. ദാവീദിനെ കുറിച്ച് നമ്മൾ അദ്ദേഹത്തിന്റെ സ്നേഹത്തെക്കുറിച്ചും ഭക്തിയെക്കുറിച്ചും കാഴ്ചപ്പാടുകളെക്കുറിച്ചും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അവരത് ജീവിതത്തിൽ പിന്തുടരുന്നത് കൊണ്ടാണ് അവരെ ദൈവത്തിന്റെ മനുഷ്യർ എന്ന് വിളിച്ചിരുന്നത്. നമ്മയും ദൈവത്തിന്റെ മനുഷ്യർ എന്ന് ദൈവത്തിന്റെ വചനം സംബോധന ചെയ്യുമ്പോൾ ഈ ക്വാളിറ്റി, ഈ ഗുണം നമ്മളിൽ നമുക്ക് പരിപാലിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മളെ തന്നെ പരിശോധന കഴിക്കുവാനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. മൂന്നാമത് നമ്മളിവിടെ നിന്ന് വായിക്കുന്നത് അതിൻ്റെ 12-ാമത്തെ വാക്യത്തിന്റെ പ്രാരംഭഭാഗം, വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ, 1-ാമത്തെ ക്ലാസ്സിലും നമ്മൾ ചിന്തിച്ചത് ഇത് തന്നെയാണ്. വിശ്വാസത്തിനായിട്ട് പോരാട്ടം കഴിക്കുക എന്നുള്ളൊരു ആശയമായിരുന്നു നമ്മൾ ചിന്തിച്ചിരുന്നത്. അപ്പോൾ അതിന് ചേർന്ന് നിൽക്കുന്ന ഒരു പദപ്രയോഗമാണ് ഇവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ദൈവത്തിന്റെ മനുഷ്യൻ വിശ്വാസത്തിനായിട്ട് പോരാട്ടം കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ചിലതിനെ ഉപേക്ഷിക്കുന്നു, ചിലതിനെ പിന്തുടരുന്നു, അതോടൊപ്പം തന്നെ വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം കഴിക്കുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ മൂലഭാഷയിൽ ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഈ ഫെയ്ത്ത് അല്ലെങ്കിൽ വിശ്വാസം എന്നതിൻ്റെ മുമ്പിലായിട്ട് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പം ആ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഈ വിശ്വാസത്തിന് മുമ്പിൽ വന്നതുകൊണ്ട് അതിനെ ആശയമാക്കിയിരിക്കുന്നത് ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ ഉപദേശം എന്നുള്ളൊരാശയമാണ്
ഇവിടെയും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കാരണം തൊട്ട് മുമ്പിലുള്ള ഭാഗത്തും 11-ാമത്തെ വാക്യത്തിൽ പിന്തുടരേണ്ടതിനെ കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ അവിടെയും വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്തും ആ ആർട്ടിക്കിൾ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ഇത് കേവലം ഒരു വ്യക്തിയിലുള്ള ദൈവത്തോടുള്ള വിശ്വാസം അല്ലെങ്കിൽ ദൈവവിശ്വാസം എന്ന ആശയമല്ല, അത് എല്ലാവരിലും ഉണ്ട്. അതിലപ്പുറമായിട്ട് വിശ്വാസത്തിന്റെ ഉപദേശ നിശ്ചയം, ഡോക്ട്രിൻ, വിശ്വാസത്തിന്റെ ആ ഉപദേശ സത്യങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ എന്ത് ചെയ്യുവാനായിട്ട് കഴിയത്തുള്ളൂ? ഈ പോരാട്ടം, നല്ല പോരാട്ടം കഴിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. യൂദയുടെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നമുക്ക് പരിചയമുള്ള ഒരു വാക്യമാണ്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കേണ്ടതിന് എന്ന് പറഞ്ഞുകൊണ്ടാണ് യൂദ വിശ്വാസികൾ ഉപദേശിക്കുന്നത്. അപ്പോൾ അവിടെയും വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം. അവിടെ ആ യൂദയുടെ ലേഖനത്തിന്റെയും പശ്ചാത്തലം നമുക്കറിയാമല്ലോ. ദുരുപദേശത്തിൽ അധിഷ്ഠിതമായിട്ട് തങ്ങളുടെ ജീവിതത്തെ മലീമസമാക്കി കളയുന്ന ഒരു കൂട്ടം ആളുകൾ, അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഒരു ദൈവ പൈതൽ വിശ്വാസത്തിന് വേണ്ടി ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന ഈ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന ഈ വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം കഴിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അധ്യായം തന്നെ അതിന്റെ 6-ാം അധ്യായം 20-ാമത്തെ വാക്യം, 1 തിമോത്തിയോസ് 6:20 നമ്മൾ വായിക്കുന്നത്, അല്ലയോ തിമോത്തിയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് അല്ലെങ്കിൽ സൂക്ഷിച്ചുകൊണ്ട്, ഈ ട്രഷർ, ഈ ഉപനിധിയെ നീ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജ്ഞാനം എന്ന് വ്യാജമായി പേര് പറയുന്നതിന്റെ ഭക്തിവിരുദ്ധമായ വൃഥാലാഭങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞുകൊള്ളുക. അപ്പൊ അവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം കഴിക്കുവാനായിട്ട്, ഈ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് സാധിക്കണം എന്നുള്ള ആ ആശയമാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം കഴിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ആദ്യം പുറപ്പാട് 32-ൽ നിന്ന് ചിന്തിച്ചതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഒരു തലത്തിലേക്ക് വിശ്വാസ ജീവിതത്തെ നമ്മൾ കൊണ്ടുവരുവാനായിട്ടുള്ള ഒരു പരിശ്രമം നടത്തും. അവിടെ ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ച അബദ്ധവും അതാണ്, സിങ്കട്രിസം. അത് അവർക്ക് സംഭവിച്ച പ്രശ്നവും അത് തന്നെയാണ്. അവര് ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാതെ തങ്ങൾക്ക് തോന്നിയ രീതിയിൽ തങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോയി. അത് അവരുടെ ഒരു വലിയ പരാജയമായിട്ട് തീർന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. നമ്മൾ ചെയ്യേണ്ടത് വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം കഴിക്കുക. ഇവിടെ ഈ ശുശ്രൂഷയിൽ സഹകരിക്കുന്ന പ്രിയപ്പെട്ടവര്, ഇതിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഈ വചനങ്ങളെ കേട്ട് വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം കഴിക്കണമെന്നുള്ള ആ തീക്ഷ്ണമായ ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങളുടെ ഈ വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിലും ദൈവവചന പഠനത്തിന് വേണ്ടി സമയം കണ്ടെത്തുന്നത് എന്ന് എനിക്കറിയാം. നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടിയുള്ള ആ പോരാട്ടത്തിന്റെ ആ തീഷ്ണതയെ ദൈവം മാനിക്കട്ടെ. കർത്താവിൻ്റെ ആ വിശ്വാസം, ദൈവം നമുക്ക് പരമേൽപ്പിച്ചിരിക്കുന്ന ആ വിശ്വാസത്തെ നഷ്ടമാക്കി കളയുന്ന അനേകരുടെ മധ്യത്തിൽ ഹുമിനിയോസിനെയും അലക്സാണ്ടറിനെയും ഒക്കെ ഉദാഹരണമായിട്ട് പറഞ്ഞുകൊണ്ട് അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നു പോകുമ്പോൾ തിമോത്തിയോസിനോട് പൗലോസ് അപ്പോസ്തലൻ പറയാണ്, തിമോത്തിയോസേ, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധിയെ നീ സൂക്ഷിക്കുക, അതിനുവേണ്ടി പോരാട്ടം കഴിക്കുക, തുടർമാനമായിട്ട് പോരാടുക. ഒരു സമവായത്തിന്റെയോ സമന്വയത്തിന്റെയോ അവസ്ഥയിലേക്ക് വിശ്വാസ ജീവിതത്തെ ഒരു കോംപ്രമൈസിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാതെ നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടുക എന്നുള്ള ആശയം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളെ ഉപേക്ഷിക്കുകയും പിന്തുടരേണ്ട കാര്യങ്ങളെ പിന്തുടരുകയും പോരാട്ടം കഴിക്കേണ്ടതിന് വേണ്ടി പോരാട്ടം കഴിക്കുകയും ചെയ്യണം എന്നാണ് ദൈവത്തിന്റെ മനുഷ്യന്റെ സ്വഭാവ ഗുണങ്ങളായിട്ട് ആദ്യത്തെ വേദഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. 4-ാമത് ദൈവ മനുഷ്യന്റെ ഗുണവിശേഷമായിട്ട് അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നിത്യജീവനെ പിടിച്ചുകൊള്ളുക, അതിനായി നീ വിളിക്കപ്പെട്ട് അനേക സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. അപ്പോൾ 4-ാമത്തെ ഗുണം, ഒരു ദൈവപുരുഷന്റെ ഗുണമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? ആ വ്യക്തി നിത്യജീവനെ പിടിച്ചുകൊള്ളുന്ന സ്വഭാവം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയായിരിക്കും. നിത്യജീവനെ പിടിച്ചുകൊള്ളുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇവിടെ? നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ട സമയത്ത് തന്നെ നിത്യജീവന്റെ അവസ്ഥയിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.
അല്ലേ? നമുക്ക് നമ്മുടെ നിത്യജീവനെ കുറിച്ച്, അല്ലെങ്കിൽ കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന ആ നിത്യജീവനെ കുറിച്ച് നമുക്ക് ഒരു സംശയവുമില്ല. നമ്മുടെ രക്ഷ സ്ഥിരമായതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് നല്ല ഉറപ്പുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്തിൽ പോരാട്ടമുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ ഈ നിത്യജീവൻ, ഭാവിയിൽ നടക്കപ്പെടുന്ന അല്ലെങ്കിൽ ഭാവിയിലേക്ക് ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഈ നിത്യജീവൻ വർത്തമാന കാലത്തിൽ പ്രസക്തമാണ് എന്നുള്ള ചിന്തയോടുകൂടെ ജീവിക്കുവാനായിട്ട് കഴിയണം. നിത്യജീവന് വേണ്ടി ദൈവം എന്നെ ഒരുക്കിയിരിക്കുന്നു, അത് എനിക്ക് നഷ്ടപ്പെട്ടു പോവുകയില്ല. അങ്ങനെ നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന അവസ്ഥയിൽ ഇതിനെ പിടിച്ചുകൊണ്ട് ഇതിനു വേണ്ടിയുള്ള ഒരു ഒരുക്കത്തോടുകൂടെ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു നിത്യജീവനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ആ വാക്യം നമുക്ക് പരിചയമുള്ള ഒരു വാക്യമാണ്. യോഹന്നാൻ 17:3 നമ്മൾ വായിക്കുന്നത്, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അപ്പോൾ ദൈവത്തെയും ദൈവം അയച്ച യേശുക്രിസ്തുവിനെയും, കർത്താവായ യേശുക്രിസ്തുവിനെയും അറിയുക, ആ അറിവിൽ വളരുക, ഇതൊക്കെയും നിത്യജീവനെ പിടിച്ചുകൊള്ളുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കാണുന്ന ഗുണങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നിത്യജീവനെ മുറുകെ പിടിക്കണം, അത് നമുക്ക് ഉറപ്പുള്ളവരാണ്. അപ്പോൾ തന്നെ ഇതിനു വേണ്ടി ജീവിക്കുവാനായിട്ടും വർത്തമാന ജീവിതത്തിൽ ഇതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ജീവൻ നയിക്കുവാനായിട്ട് ഒരു വിശ്വാസിക്ക് സാധിക്കണം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കുറവുകളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ശുദ്ധീകരണം പ്രാപിച്ച ഒരു ജീവിതം നയിക്കുമ്പോൾ, അച്ചടക്കമുള്ള ഒരു ആത്മീയ ജീവിതം നയിക്കുമ്പോൾ, അത് അച്ചടക്കമുള്ള ഒരു ആത്മീയ ജീവിതം എന്ന് നമ്മൾ പറയുന്നത് പ്രാർത്ഥനാ ജീവിതത്തിലെ അച്ചടക്കം, വചന പഠനത്തിലെ അച്ചടക്കം, ആരാധനയോടുള്ള ബന്ധത്തിലുള്ള അച്ചടക്കം, കൂട്ടായ്മ ബന്ധത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടതായ അച്ചടക്കം, ഇതൊക്കെ പാലിച്ച് ക്രമീകൃതമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഭാവിയിൽ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യജീവനെ ഈ വർത്തമാന കാലഘട്ടത്തിൽ തന്നെ അർത്ഥവത്തായ ഒരു തലത്തിൽ മനസ്സിലാക്കി ജീവിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതല്ലാതെ എനിക്കേതായാലും രക്ഷ നഷ്ടപ്പെട്ടു പോവുകയല്ലോ, എൻ്റെ രക്ഷ സുരക്ഷിതമാണ്, അതുകൊണ്ട് ഇതിനു വേണ്ടി ഉള്ള ഒരു ഒരുക്കവും താല്പര്യവുമില്ലാത്ത ഒരു ജീവിതമാണ് നയിക്കുവാനായിട്ട് ശ്രമിക്കുന്നതെങ്കിൽ അത് ഒരു കുറവാണ്, തെറ്റാണ്. ദൈവത്തിൻ്റെ മനുഷ്യന്റെ ഒരു ഗുണമായിട്ട് പറഞ്ഞിരിക്കുന്നത് നിത്യജീവനെ പിടിച്ചുകൊള്ളുന്നു. പൗലോസ് പറഞ്ഞിട്ടുണ്ട്, തൻ്റെ ഉൾക്കാഴ്ച, ഇതിനോടുള്ള ബന്ധത്തിൽ തൻ്റെ ഉൾക്കാഴ്ചയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ തന്നെ പല വേദഭാഗങ്ങളിലും വിശദീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കും അതിനുവേണ്ടിയുള്ള ഒരു ഒരുക്കവും ഒരു സമർപ്പണവും ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതിനോടുള്ള ഒരു വലിയ ഒരു താല്പര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പിന്നീട് 6-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 5-ാമത്തെ ഗുണവിശേഷം വിശദമായിട്ട് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട ഗുണവിശേഷം എന്നുള്ള നിലയിൽ 5-ാമതായിട്ട് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പരാമർശിച്ചിരിക്കുന്ന 6-13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവിക സ്വഭാവം അറിയുവാനായിട്ടുള്ള ഒരാഗ്രഹമാണ്. ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ വളരെ വിശാലമായ വിശദീകരണമാണ് നമുക്ക് ഈ വേദഭാഗത്ത് തുടർന്നുള്ള 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പുരുഷൻ ചിലതിനെ വിട്ടോടുന്നു, ചിലതിനെ പിന്തുടരുന്നു, ചിലതിനു വേണ്ടി പോരാട്ടം കഴിക്കുന്നു, നിത്യജീവനെ പിടിച്ചുകൊള്ളുന്നു. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങൾ, നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവ സവിശേഷതകൾ അനവധിയായിട്ട് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നതിൻ്റെ ഒരു കാരണം കർത്താവിൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കുവാനും ആ സ്വഭാവ സവിശേഷതകൾ
തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനും ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ആര്? ദൈവത്തിൻ്റെ മനുഷ്യൻ എന്ന് കാണുവാനായിട്ട് സാധിക്കും. സദൃശവാക്യങ്ങളുടെ പുസ്തകം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ, 18-ാമത്തെ അധ്യായത്തിൽ 18:10, സദൃശവാക്യം 18:10 നമുക്ക് പരിചയമുള്ള ഒരു വാക്യമാണ്. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ യഹോവയുടെ നാമത്തെ തിരിച്ചറിയുക, യഹോവയുടെ നാമത്തിൻ്റെ സവിശേഷതകൾ തിരിച്ചറിയുക. ഇവിടെയും ഈ വേദഭാഗത്തും അത് തന്നെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ കർത്താവിനെ കുറിച്ച് പല പദത്തിലുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് തിരിച്ചറിയുമ്പോൾ ആ വ്യക്തിക്ക് ഒരു ദൈവ മനുഷ്യനായിട്ട് ജീവിക്കുവാനായിട്ട് കഴിയും എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. വീണ്ടും പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ചിന്തയൊന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ 32-33 അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനം ഈ കർത്താവിൻ്റെ മഹത്വം കണ്ടവരാണ്. പുറപ്പാട് 24 നമ്മൾ വായിക്കുന്നത്, യഹോവയുടെ തേജസ്സിന്റെ കാഴ്ച പർവ്വതത്തിന്റെ മുകളിൽ കത്തുന്ന തീ പോലെ ഇസ്രായേൽ മക്കൾക്ക് തോന്നി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ തന്നെ ഇസ്രായേൽ മക്കളുടെ പ്രമാണികളെ കുറിച്ച് 24-ാം അധ്യായത്തിൽ പറയുന്നത്, അവർ യഹോവയുടെ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു, ആ ദൈവത്തിന്റെ തേജസ് അവർ മനസ്സിലാക്കി, അവർക്ക് അപകടമൊന്നും സംഭവിച്ചില്ല, അവര് ദൈവസന്നിധിയിൽ ഇരുന്ന് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കഴിക്കുന്നു, ദൈവമായിട്ടുള്ള കൂട്ടായ്മ ആചരിക്കുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. നാദാബിനെയും അബീഹുവിനെ കുറിച്ചും അഹരോനെ കുറിച്ചും ഒക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ ജനം തന്നെയാണ് പിന്നീട് കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ആത്മീയ ജീവിതത്തെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിച്ചത്. അപ്പോൾ തന്നെ 33-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് മോശയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് എന്താണ്? മോശ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, കർത്താവേ, ദൈവമേ, അങ്ങയുടെ മഹത്വം എന്നെ കാണിച്ചു തരണമേ. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവത്തെ, ദൈവിക കാഴ്ചപ്പാടുകൾ മാറ്റിക്കളഞ്ഞപ്പോൾ മോശയുടെ ആഗ്രഹം ഈ ദൈവത്തെ കൂടുതൽ അറിയണം, ഈ ദൈവത്തിന്റെ മഹത്വം കുറച്ചുകൂടി തിരിച്ചറിയണം. യോശുവയെ കുറിച്ച് നമ്മൾ അത് തന്നെയാണ് വായിക്കുന്നത്. യോശുവ കൂടാരം വിട്ടുപോകാതെ ദൈവത്തിന്റെ മഹത്വത്തിൽ തന്നെ ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ബാല്യക്കാരനായിട്ടാണ് യോശുവയെ കുറിച്ച് വായിക്കുന്നത്. മോശയും അതാണ് ചെയ്തത്. കർത്താവേ, ദൈവമേ, എനിക്ക് അങ്ങയുടെ മഹത്വം കൂടുതൽ വെളിപ്പെടുത്തി നൽകണമേ. പ്രിയപ്പെട്ടവരെ, ഇവിടെയും ഈ തിമോഥെയോസിന്റെ 1-ാം ലേഖനം 6-ാം അധ്യായത്തിലും ദൈവപുരുഷനോടുള്ള ബന്ധത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് തന്നെയാണ്. ദൈവത്തിന്റെ ശ്രേഷ്ഠതയെ കൂടുതലായിട്ട് അറിഞ്ഞ് ആ ശ്രേഷ്ഠതയുടെ അടിസ്ഥാനത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി. എന്തൊക്കെ ശ്രേഷ്ഠതകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഇത് വിശദീകരിക്കാതെ തന്നെ 1, 2, 3 എന്നുള്ള രീതിയിൽ മാത്രം ഒന്ന് നോക്കിയാൽ തന്നെ ദൈവത്തിന്റെ ധാരാളം ശ്രേഷ്ഠതകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, എന്നിങ്ങനെ സകലത്തെയും എന്നുള്ള പദപ്രയോഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിന്റെ സർവജ്ഞാനം, സകലത്തെയും, ഒംനീഷ്യൻസ്, ദൈവം എല്ലാം അറിയുന്നവനാണ്. അപ്പോൾ ദൈവപുരുഷൻ ദൈവത്തിന്റെ സ്വഭാവ വിശേഷങ്ങളെ തിരിച്ചറിയുമ്പോൾ അതിൽ ആദ്യമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ വ്യക്തി എന്താണ്? ദൈവം സകലത്തെയും അറിയുന്ന, ഒംനീഷ്യന്റ് ആണ്, എല്ലാം അറിയുന്നവനാണ് എന്നുള്ളൊരാശയം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സകലത്തെയും ജീവിക്കുന്നത്. അപ്പോൾ കർത്താവിന് മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല. എൻ്റെ ജീവിതം കർത്താവ് മനസ്സിലാക്കുന്നു. അവൻ്റെ കണ്ണിന് മുമ്പാകെ സകലവും നഗ്നവും മലർന്നതുമായിട്ടിരിക്കുന്നു. അവന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. അവൻ്റെ കണ്ണിൻ്റെ ആ തീഷ്ണതയ്ക്ക് മൂടി വെക്കുവാനായിട്ട് ഒന്നും കഴിയുന്നില്ല എന്നുള്ളൊരാശയം കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ദൈവത്തിൻ്റെ മനുഷ്യൻ ഈ ഉത്ബോധം, ഈ ഉൾക്കാഴ്ച ഉള്ള വ്യക്തിയായിരിക്കും. അതോടൊപ്പം തന്നെ ആ വാക്യത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ എന്താണ് സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ? ദൈവത്തിന്റെ സർവശക്തി, ദൈവത്തിന്റെ അടുത്ത സ്വഭാവ വിശേഷതയായിട്ട്, ആട്രിബ്യൂട്ടായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവം ആരാണ്? ദൈവം സർവശക്തനാണ്, ദൈവം സർവജ്ഞാനിയാണ്. അതോടൊപ്പം തന്നെ ദൈവം സർവശക്തനാണ്, ഉയർപ്പിക്കുവാനായിട്ട് കഴിവുള്ളവനാണ്, തൻ്റെ സർവാധികാരത്താൽ ഇത് ചെയ്യുവാനായിട്ട് കഴിയുന്നവനാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ കർത്താവിൻ്റെ സ്വഭാവ സവിശേഷതയായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്
സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയാസ് പീലാത്തോസിന് മുമ്പിൽ നല്ല സ്വീകാര്യം കഴിച്ച ക്രിസ്തു യേശുവിനെയും സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ പീലാത്തോസിന്റെ മുമ്പാകെ കർത്താവിന് ലഭിച്ച ആ ഗുഡ് കൺഫെഷൻ, കർത്താവിന് ലഭിച്ച ആ നല്ല സ്വീകാര്യം എന്നുള്ള ആശയം കാണുവാനായിട്ട് കഴിയും. അത് നമ്മൾ പീലാത്തോസിന് മുമ്പാകെ കർത്താവ് നിന്നതും കർത്താവ് എങ്ങനെയാണ് പ്രതിവചിച്ചത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവിന്റെ സ്വഭാവത്തിന്റെ ഗുണമായിട്ട്, അല്ലെങ്കിൽ ഒരു പെർസിവറൻസ്, ദീർഘക്ഷമ എന്നുള്ള ഒരു ആശയത്തിൽ നമുക്ക് അതിനെ എടുക്കുവാനായിട്ട് കഴിയും. കർത്താവിനെ നിന്ദിക്കുന്നവരുടെ മുമ്പാകെ കർത്താവ് മറുവാക്ക് പറയുന്നില്ല. പീലാത്തോസിന്റെ ചോദ്യങ്ങൾക്ക് കർത്താവ് മൗനമായിട്ട് നിൽക്കുന്നു. താന് സർവാധികാരിയായ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. അപ്പോൾ തന്നെ ആ ഉരിയാടാതെ നിന്നുകൊണ്ട് ദീർഘക്ഷമയോടെ നിൽക്കുന്ന, സഹിഷ്ണുതയോടെ നിൽക്കുന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇപ്പോൾ ദൈവത്തിന്റെ സ്വഭാവ വിശേഷങ്ങളിൽ ഒന്നാണ് ഈ ദീർഘക്ഷമ അല്ലെങ്കിൽ സഹിഷ്ണുത എന്നുള്ള രീതിയിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മനുഷ്യനെ ദൈവം നോക്കുന്നതും ആ രീതിയിലാണ് എന്ന് നമുക്ക് അറിവുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ അടുത്ത ഭാഗത്ത് മലയാളത്തിൽ 13-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 13-ന്റെ അവസാന ഭാഗം കാണുന്നത് കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷത എന്നുള്ളൊരു ആശയവും കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുവാനായിട്ട് പോകുന്നു? കർത്താവിന്റെ ഗുണവിശേഷമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന കർത്താവ് എന്ത് ചെയ്യുവാനായിട്ട് പോവുകയാണ്? കർത്താവ് പ്രത്യക്ഷപ്പെടുവാനായിട്ട് പോകുന്നു. സ്വഭാവ സവിശേഷതകൾ പോലെ തന്നെ ഉള്ളതാണ് കർത്താവ് എന്ത് ചെയ്യുവാനായിട്ട് പോകുന്നത്? കർത്താവിന്റെ പറൂസിയ അല്ലെങ്കിൽ കർത്താവിന്റെ പ്രത്യക്ഷത, സെക്കൻഡ് കമ്മിങ് എന്നുള്ളൊരാശയം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവത്തിന്റെ പുരുഷൻ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്, കർത്താവ് മടങ്ങി വരുവാനായിട്ട് പോകുന്നു. ആ കർത്താവിന്റെ മടങ്ങി വരവിന് വേണ്ടിയുള്ള ഒരുക്കമുള്ള ഒരു വ്യക്തിയാണ് ദൈവമനുഷ്യൻ എന്ന സംബോധനയോടുകൂടെ ഭൂമിയിൽ ജീവിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിക്കാണ്, ഒരു മനുഷ്യനാണ് ദൈവമനുഷ്യൻ എന്നുള്ള ആ പേരിന് അർത്ഥവത്തായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും. 5-ാമതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് 15-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ധന്യനായ വ്യക്തി. ദൈവത്തെ സംബോധന ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ കർത്താവിനെ സംബോധന ചെയ്തിരിക്കുകയാണ്. ധന്യൻ എന്നുള്ള ആ സംബോധന കാണുവാനായിട്ട് കഴിയുന്നത്. ധന്യനായ ദൈവം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താണ് ഈ ധന്യത, ബ്ലെസ്സഡ് എന്നുള്ള ആ വാക്കിന്റെ അർത്ഥം? ദൈവത്തിന് ഒന്നും കുറവില്ല, ദൈവത്തില് സ്നേഹത്തിന് കുറവില്ല, ദൈവത്തില് സന്തോഷത്തിന് കുറവില്ല. സന്തോഷത്തിന്റെ പരിപൂർണത ദൈവത്തിന്റെ സന്നിധിയിലാണ് ഒരു മനുഷ്യൻ ലഭിക്കുന്നത്. അല്ലെങ്കിൽ ദൈവത്തിൽ ഒരു കുറവുമില്ല, പൂർണ്ണത എന്നുള്ളൊരാശയമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ ഏറ്റവും വലിയ ഗുണവിശേഷം അതാണല്ലോ, ദൈവം ധന്യനാണ്, ബ്ലെസ്സഡ് ഗോഡ്. ആ വാക്കിന്റെ അർത്ഥം തന്നെ ദൈവം പൂർണ്ണനാണ്, കർത്താവിൽ ഒരു കുറവുമില്ല എന്നുള്ളൊരാശയം കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ദൈവത്തിന്റെ പുരുഷൻ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ദൈവം സമ്പൂർണനാണ്, ആ ദൈവത്തിൽ ഒരു കുറവുമില്ല, ആ ദൈവം പരിപൂർണമായിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ ചെയ്യുന്ന വ്യക്തിയാണ് എന്നുള്ളൊരാശയം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ധന്യത എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്? ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും. വീണ്ടും ദൈവത്തിന്റെ സർവാധികാരം, സോവർണിറ്റി, ദൈവത്തിന്റെ സർവാധികാരം എന്നുള്ള ആശയത്തെ ഇവിടെ വിശദമാക്കുന്നത് കാണുവാനായിട്ട് കഴിയും. കർത്താവാണ് ഏകാധിപതി, രാജാതി രാജാവ്, കർത്താതി കർത്താവ്. അവൻ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്ന അത്യുന്നതനായ വ്യക്തിയാണ് എന്നുള്ള ആശയം കാണുവാനായിട്ട് കഴിയും. അതോടൊപ്പം തന്നെ ആ വാക്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്, 16-ാമത്തെ വാക്യം, താൻ മാത്രം അമർത്യതയുള്ളവൻ അല്ലെങ്കിൽ നിത്യനായ ദൈവം എന്നുള്ളൊരാശയം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അമർത്യനായ വ്യക്തി, തനിക്ക് മാത്രമേ അമർത്യതയുള്ളൂ. ദൂതന്മാർക്ക് മരണമില്ല, അപ്പോൾ തന്നെ അവർ സൃഷ്ടികളാണ്, അവരെയും ദൈവം സൃഷ്ടിച്ചതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോഴും അവരിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് നിത്യത, അമർത്യത എന്നുള്ള ആശയം അതാരിൽ മാത്രമേ ഉള്ളൂ? ദൈവത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. 16-ാമത്തെ വാക്യത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നു, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ആശയം എന്താണ്? ദൈവത്തിന്റെ വിശുദ്ധി, ഹോളിനെസ്, ദൈവത്തിന്റെ ആ സമ്പൂർണമായ വിശുദ്ധിയുടെ അവസ്ഥയാണ്
അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ എന്നുള്ള ആശയത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ആർക്കും കാണുവാൻ കഴിയാത്തവൻ, മനുഷ്യരാരും കാണാത്തവൻ എന്നുള്ള കാണുന്നുണ്ട്. യോഹന്നാൻ 1:18 പറഞ്ഞിരിക്കുന്ന പോലെ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പൂർണ്ണ മഹത്വത്തോടു കൂടെ ആരും ദൈവത്തെ ദർശിച്ചിട്ടില്ല. അപ്രത്യക്ഷത, ഇൻവിസിബിലിറ്റി എന്നുള്ളൊരു ആശയം കാണുവാനായിട്ട് സാധിക്കും. ഓക്കെ, എത്ര ഗുണവിശേഷങ്ങളാണ് ഇവിടെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഇത്തരത്തിലുള്ള തിയോളജിക്കൽ ആയിട്ടുള്ള ദൈവശാസ്ത്രപരമായിട്ടുള്ള ടേംസ്, പദപ്രയോഗങ്ങൾ, ഇതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതല്ല എന്നുള്ളൊരു ചിന്ത ദൈവമക്കൾക്ക് പൊതുവെ ഉണ്ടാകും. കാരണം ഈ ഒംനീഷ്യൻ്റ്, ഒംനിപോട്ടൻ, സോവർണിറ്റി, ഈ പദങ്ങളൊക്കെ കടിച്ചാൽ പൊട്ടാത്ത പദപ്രയോഗങ്ങളാണ്. ഇതൊക്കെ ഏതെങ്കിലും സെമിനാരിയിലോ ബൈബിൾ സ്കൂളുകളിലോ മാത്രം പഠിക്കുന്ന വ്യക്തികൾക്കുള്ളതാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ നോക്കുക, ഇത് തിമോഥെയോസുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ മനുഷ്യനെ, തിമോഥെയോസേ, നിന്റെ ജീവിതത്തിൽ നീ ദൈവത്തെ അടുത്തറിയണം, ദൈവത്തെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തിമോഥെയോസിനോട് പൗലോസ് അപ്പോസ്തലൻ പ്രബോധന ഭാഗമായിട്ട് പ്രബോധിപ്പിക്കുന്ന ആശയങ്ങളാണ്, അല്ലെങ്കിൽ ആജ്ഞാപിക്കുന്ന, പൗലോസിന്റെ തന്നെ ഭാഷയിൽ ആജ്ഞാപിക്കുന്ന കാര്യങ്ങളാണ് എന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പം നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവിക ശുശ്രൂഷയിലായിരിക്കുമ്പോൾ, കർത്താവിന്റെ സഭയിലെ അംഗങ്ങളായിരിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ സർവജ്ഞാനത്തെക്കുറിച്ചും സർവശക്തിയെക്കുറിച്ചും കർത്താവിന്റെ ആ ദീർഘക്ഷമയെക്കുറിച്ചും കർത്താവിന്റെ പ്രത്യക്ഷതയെക്കുറിച്ചും കർത്താവിന്റെ ധന്യതയെക്കുറിച്ചും അതോടൊപ്പം തന്നെ കർത്താവിന്റെ സർവാധികാരത്തെക്കുറിച്ചും, ഏകാധിപതിയും രാജാതിരാജാവും കർത്താവുമാണ്, അവൻ മാത്രം അമർത്യതയുള്ളവനാണ്, അടുത്തുകൂടാത്തവൾ അഥവാ കർത്താവിന്റെ വിശുദ്ധി, കർത്താവിന്റെ ആ വിശുദ്ധിയെക്കുറിച്ചുള്ള ബോധമുണ്ടാകണം. അതോടൊപ്പം തന്നെ ഇൻവിസിബിലിറ്റി, അപ്രത്യക്ഷത, ആ ആശയങ്ങളൊക്കെയും ഓരോ ദൈവമക്കളും മനസ്സിലാക്കുകയും അവരുടെ ജീവിതത്തിൽ സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പുരുഷൻ എന്നുള്ള, അല്ലെങ്കിൽ ദൈവത്തിന്റെ മനുഷ്യൻ എന്നുള്ള ആ സംബോധനയ്ക്ക് നമ്മെ ഓരോരുത്തരെയും എങ്ങനെയാണ് നമുക്ക് ക്രമീകരിക്കുവാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ദൈവ മനുഷ്യന്റെ സ്വഭാവ വിശേഷണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് 1 തിമോഥെയോസ് 6:11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് നമ്മൾ വേഗത്തിൽ ചിന്തിച്ചത്. എന്തൊക്കെയാണ് നമ്മൾ ചിന്തിച്ചത്? ദൈവത്തിന്റെ മനുഷ്യൻ പാപത്തെ വിട്ടോടുന്ന ഒരു വ്യക്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇവിടെ ഈ കോണ്ടെക്സ്റ്റിൽ എന്തൊക്കെ ആണ് വിട്ടോടേണ്ടത് എന്നതിനെക്കുറിച്ച് തിമോഥെയോസിനെ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ടാമത്, വിട്ടോടുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ചിലതിനെ പിന്തുടരുന്നത്. എന്തിനെയാണ് പിന്തുടരുന്നത്? ഭക്തിയുള്ള ഒരു ജീവിതത്തെ. കുറെ 5-6 കൂട്ടം കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ നമുക്ക് സംക്ഷിപ്തമായിട്ട് ഭക്തിയുള്ള ഒരു ജീവിതത്തെ പിന്തുടരുന്ന വ്യക്തിയാണ് ദൈവപുരുഷൻ എന്ന് നമ്മൾ ചിന്തിച്ചു. അതോടൊപ്പം തന്നെ വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം കഴിക്കുന്ന, വിശ്വാസത്തിന് സമവായവും സമന്വയവും കൊണ്ടുവരുന്നതല്ല, വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം കഴിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവപുരുഷൻ എന്ന് നമ്മളോട് വായിക്കുന്നു. അപ്പോൾ തന്നെ നിത്യജീവനെ പിടിച്ചുകൊള്ളും. നിത്യജീവൻ നമുക്ക് ഉറപ്പാണ്. അത് വർത്തമാനകാല ജീവിതത്തിൽ അർത്ഥവത്തായ തലത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് ദൈവത്തിന്റെ പുരുഷൻ എന്ന് നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കും. അപ്പോൾ തന്നെ ദൈവത്തിന്റെ സ്വഭാവ വിശേഷതകൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ വേറെ അർത്ഥത്തിൽ ചിന്തിച്ചാൽ ദൈവത്തെ അടുത്തറിയുന്ന ഒരു വ്യക്തിയാണ് ദൈവപുരുഷൻ. ദൈവത്തിന്റെ സ്വഭാവ വിശേഷതകൾ പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഒന്നിനു പുറകെ ഒന്നായിട്ട്. അത് തിരിച്ചറിയുന്ന വ്യക്തിയാണ് ദൈവപുരുഷൻ, അല്ലെങ്കിൽ ദൈവപുരുഷന്റെ ജീവിതത്തിൽ ആ ഗുണങ്ങൾ ഉണ്ടാകണം എന്ന് കാണുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മളെയും ദൈവത്തിന്റെ പുരുഷൻ, ദൈവത്തിന്റെ സ്ത്രീ, അല്ലെങ്കിൽ ദൈവത്തിന്റെ മനുഷ്യർ എന്നാണ് ദൈവം സംബോധന ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ സ്വഭാവ വിശേഷങ്ങൾ ഉണ്ടോ എന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധന കഴിക്കാം. കർത്താവ് നമ്മളെ ദൈവത്തിന്റെ മക്കളാക്കി തീർത്തു. ഈ ലോകത്തിൽ വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം കഴിക്കുക എന്നുള്ള ഉത്തരവാദിത്വവും ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി പോരാട്ടം കഴിക്കുവാനായിട്ട് എന്നെയും നിങ്ങളെയും ദൈവം സഹായിക്കട്ടെ. നമ്മൾ ഈ തിമോഥെയോസിന്റെ ലേഖനത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും ചിന്തിച്ച ആ പാഠങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഗുണകരമായിട്ട് തീരട്ടെ. വചനം പറഞ്ഞ എന്നെയും
കേട്ട നിങ്ങളെയും ഒരുപോലെ കർത്താവ് അതിനുവേണ്ടി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഇങ്ങനെ നമുക്കൊരു അവസരം നൽകിയ കോട്ടയം സഭയെ തുടർന്നും കർത്താവ് ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.